അപ്പോൾ ഇന്നും നമ്മൾ സദ്യയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന കറിയാണ് ഷെയർ ചെയ്യുന്നത്. ഓലനാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തത്. അതുപോലെ 2 കപ്പോളം വൈറ്റ് പംകിനും കൂടെ എടുത്തിട്ടുണ്ട്, വെള്ളച്ചരങ്ങ. പിന്നെ ഒരു 10 ബീൻസും കൂടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 എണ്ണം ബീൻസ് എടുത്താൽ മതി. പിന്നെ അത് 1/2 കപ്പോളം ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു 3 പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ചതച്ചിട്ടാണ് നമ്മൾ ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്, ഈ ഒരു രീതിയിൽ. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 3/4 വേവ് വേവിച്ചെടുക്കുക കേട്ടോ ആദ്യം. എന്നിട്ട് ഇതിലോട്ട് 1-2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ പച്ചമുളക് ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 3/4 വേവ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച പയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പിനേക്കാളും ഒരിച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച പയറാണ്. അപ്പോൾ ഈ ഒരു വെള്ളപ്പയറല്ല, വൻപയറാണ് വേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഇത് ചേർത്തന്നേ ഉള്ളൂ. ഇനി ഇതിലോട്ട് 2ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3/4 കപ്പോളം 2ാം പാല് ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് വെന്തിട്ടില്ല, ഒരു 3/4 വേവാണ് പച്ചക്കറിയൊക്കെ വെന്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് ഇനി ഒരിച്ചിരി 1ാം പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പച്ചക്കറിയൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഏകദേശം ഒരു 1/4 കപ്പോളം 1ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്ക് പാല് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ട് തിളക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓലനാണിത്. ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു കുറുകിയ രീതിയിൽ കിട്ടും. ഇത് ആ ഒരു രീതിയിൽ തിക്കായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഓലനാണ് ഇന്നത്തെ താരം. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.